ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവിനു വേണ്ടി കാത്തിരിക്കുക. ഒരിക്കലും നിങ്ങൾക്ക് പരാജയം സംഭവിക്കുകയില്ല. ഒരിക്കലും നിങ്ങൾ ഭഗ്നാശരാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. കർത്താവ്, പാപികളെ തേടി വന്ന കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമ്മുടെ തിരിച്ചുവരവിനു വേണ്ടി കർത്താവിലേക്ക് തിരിയാൻ ഇനി വൈകരുത്. അവിടുന്ന് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ സമയം തന്നെ നമുക്ക് പൂർവാധികം ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് തിരിയാം. കർത്താവായ ദൈവത്തിലേക്ക് തിരിയാം. അവിടുന്ന് വിശ്വസ്തനാണ്. അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അവിടുന്ന് നമ്മെ അനന്തമായി സ്നേഹിക്കുന്നു. നമ്മെ മക്കളായി അവിടുന്ന് സ്വീകരിച്ചിരിക്കുന്നു. അതിനാൽ ഇനി നാം വൈകിക്കാതെ കർത്താവിൽ പൂർണ്ണമായും ശരണം വയ്ക്കുക. കർത്താവ് പ്രവർത്തിക്കുന്നിടം വരെ കാത്തിരിക്കുക. ക്ഷമയോടെ കർത്താവിനു വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഉയർച്ചയുടെ മകുടം കാണാൻ സാധിക്കും. കർത്താവ് നല്ലവനാണ്. അവിടുന്ന് നമുക്ക് ആഗ്രഹമുള്ളതിനേക്കാൾ, നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിനേക്കാൾ അപ്പുറമായി നന്മകൾ അവിടുന്ന് നമുക്കായി ചെയ്തു തരും. അതിനാൽ ഭയം കൂടാതെ, സംശയം കൂടാതെ, നമ്മുടെ ബലഹീനതകളെയും കുറവുകളെയും നമ്മുടെ പോരായ്മകളെയും പരാജയങ്ങളെയും കർത്താവിന് പൂർണ്ണമായി സമർപ്പിച്ച് അവിടുത്തെ വചനം നമുക്ക് ശ്രവിക്കാം. ഇന്നത്തെ ദിവസത്തെ എല്ലാ ആവശ്യങ്ങളെയും നിങ്ങളുടെ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 130 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ചെവി ചായിച്ച് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ. കർത്താവേ, അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാവും? എന്നാൽ അങ്ങ് പാപം പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ ഭയഭക്തികളോടെ നിൽക്കുന്നു. ഞാൻ കാത്തിരിക്കുന്നു. എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു. അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശയർപ്പിക്കുന്നു. പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു. പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് കാരുണ്യവാനാണ്. അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. ഇസ്രായേലിനെ അവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് അവിടുന്ന് മോചിപ്പിക്കുന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സ്നേഹ സാന്നിധ്യം അനുഭവിക്കുവാൻ, അങ്ങയുടെ കാരുണ്യം രുചിച്ചറിയുവാൻ കർത്താവേ, ഈ പ്രാർത്ഥനയിലേക്ക് നീ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നതിനെ ഓർത്ത് അങ്ങയ്ക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളുടെ പ്രാർത്ഥന നീ കേട്ട് നല്ല ഒരു ഉറക്കം നൽകി. ഈ പുതിയ ദിവസത്തെ കാണുവാൻ നീ ഞങ്ങളുടെ കണ്ണുകളെ തുറന്നതിനെ ഓർത്ത് ദൈവമേ, അങ്ങയെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു, നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയെ കാത്തിരിക്കുന്ന ഓരോ നിമിഷങ്ങളും ഞങ്ങൾക്ക് കൂടുതൽ ഊർജവും ശക്തിയും നൽകണമേ. കർത്താവേ, ഞങ്ങളിൽ സംശയം വർദ്ധിക്കുമ്പോൾ, ഞങ്ങളുടെ മനസ്സ് തളരുമ്പോൾ, ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്ന ഒരു സംശയമുണ്ടാകുമ്പോൾ, ഞങ്ങൾ ലക്ഷ്യം തെറ്റിയാണോ യാത്ര ചെയ്യുന്നത് എന്ന് സംശയം ഹൃദയത്തിലുണ്ടാകുമ്പോൾ, കർത്താവേ, നീ ഞങ്ങളുടെ മുന്നേ വന്ന് ഞങ്ങളെ വഴിതെളിച്ച്, ഞങ്ങളെ ഉപദേശിച്ച്, ഞങ്ങളുടെ ഹൃദയത്തിൽ നീ സംസാരിക്കണമേ. നിൻ്റെ ശാന്തമായ സ്വരം ശ്രവിക്കുവാൻ ഞങ്ങളുടെ ഹൃദയം കാത്തിരിക്കുന്നു.
നീ ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പലവിധ പ്രശ്നങ്ങൾ, പലവിധ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രതികൂല സാഹചര്യങ്ങൾ, ഞങ്ങളുടെ ശൂന്യത അവസ്ഥ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ കീഴടക്കാൻ ശ്രമിക്കുന്ന, പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ഇവയെല്ലാം ഈ പ്രഭാതത്തിൽ അങ്ങയുടെ ശക്തമായ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. കർത്താവേ, ഞങ്ങളെ ഏറ്റെടുക്കാൻ നീ മാത്രമേ ഉള്ളൂ. ഞങ്ങളെ ഏറ്റെടുക്കാൻ, ഞങ്ങളുടെ പ്രശ്നങ്ങളോടുകൂടെ, ഞങ്ങളുടെ തകർച്ചകളോടുകൂടെ, ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ ഞങ്ങളെ ഏറ്റെടുക്കാൻ നീ മാത്രമേ ഉള്ളൂ. എന്തെന്നാൽ ഞങ്ങൾക്ക് കരുതി വെക്കാൻ ഒന്നുമില്ല. എന്നാൽ നീ ഞങ്ങൾക്കാവശ്യമായതെല്ലാം അനാദികാലം മുതലേ കരുതി വച്ചിരിക്കുന്നു. ഞങ്ങൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളെക്കുറിച്ചൊരു വലിയ പദ്ധതിയും സ്വപ്നങ്ങളുമുള്ള കർത്താവേ, ഇന്ന് അങ്ങയുടെ പദ്ധതി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന് അങ്ങയുടെ ഹിതം അറിയുവാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകി, നിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് നിൻ്റെ വഴിയെ മാത്രം നടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവഹിതത്തിൽ നിന്ന് ഞങ്ങളെ മാറ്റുന്ന എല്ലാ അവിശ്വസ്തതയിൽ നിന്നും, എല്ലാ വ്യക്തികളിൽ നിന്നും, എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും, പ്രതികൂലങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിച്ച് ഈ പ്രഭാതത്തിൽ നിൻ്റെ സന്നിധിയിൽ നിന്ന് ശക്തി സംഭരിച്ച് നിൻ്റെ വഴി തിരഞ്ഞെടുക്കുവാൻ, നിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഞങ്ങൾക്ക് ശക്തിയും ഓജസ്സും തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുവചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല സ്വർഗരാജ്യത്തിൽ കയറുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരത്രേ ദൈവരാജ്യം സ്വന്തമാക്കുന്നത്. അതിനാൽ കർത്താവേ, ദൈവഹിതം എന്ന് കരുതി, ദൈവേഷ്ടം എന്ന് കരുതി ഞങ്ങളുടെ തന്നെ സ്വന്തം ഇഷ്ടം നിറവേറ്റുവാൻ ഇനി ഞങ്ങളെ അനുവദിക്കരുതേ. കർത്താവേ, ദൈവഹിതം ചെയ്യുന്നത് എത്ര കഠിനമെന്ന് മനസ്സിലാക്കുവാനും ദൈവകൃപ കൂടാതെ ആർക്കും ദൈവഹിതം ചെയ്യാൻ സാധിക്കുകയില്ല എന്നും നീ ഞങ്ങൾക്ക് പല പ്രാവശ്യം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ പ്രയാസമില്ലാത്ത വഴിയിലൂടെ ചരിക്കുന്ന ആ സ്വഭാവം ഞങ്ങളുടെ ഹൃദയത്തിലുള്ളതിനാൽ ദൈവഹിതം ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ടുകൾ മാറ്റാൻ ശ്രമിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ ഹൃദയത്തെ സാന്ത്വനപ്പെടുത്തുന്നതിന്, ഞങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്നതിന് ഞങ്ങൾ ചെയ്യുന്നത് ദൈവഹിതമായി ഞങ്ങൾ തന്നെ കാണുന്നു. എന്നാൽ കർത്താവേ, സത്യത്തിൻ്റെ പൂർണ്ണതയായ അങ്ങേക്കറിയാം ഞങ്ങൾ ചെയ്യുന്നത് ദൈവഹിതമാണോ അല്ലയോ എന്ന്. അതിനാൽ ഇന്ന് മുതൽ ദൈവത്തിൻ്റെ ഇഷ്ടം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം ചെയ്യാൻ ഞങ്ങളുടെ അന്തരാത്മാവിനെ നീ പ്രചോദിപ്പിക്കണമേ. ഞങ്ങൾ എപ്പോഴൊക്കെ അങ്ങയെ വിളിച്ചപേക്ഷിച്ചുവോ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. അങ്ങ് ഞങ്ങളുടെ യാചനകളുടെ സ്വരം ശ്രവിച്ചിട്ടുണ്ട്. കർത്താവേ, നിൻ്റെ സന്നിധിയിൽ ഈ പ്രഭാതത്തിൽ നിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നീ ഞങ്ങളെ ക്ഷണിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനയും നിൻ്റെ സന്നിധിയിൽ നീ കേൾക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനയും ചെവിയോർത്ത് കേൾക്കുന്ന നാഥ, ഞങ്ങളുടെ ഹൃദയത്തെ പരിശോധിച്ചറിയാവുന്ന നാഥ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ശരീരത്തെ സുഖപ്പെടുത്തണമേ, മനസ്സിനെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകണമേ, സന്തോഷം നൽകണമേ. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ, സന്തോഷത്തോടെ ചെയ്യാൻ ദൈവീക ആനന്ദത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തികത്തെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പോക്കും വരവും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ വ്യാപാരങ്ങളെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ ആരോടൊക്കെ എന്തൊക്കെ സംസാരിക്കുന്നുവോ അതെല്ലാം അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ കേൾക്കുന്ന വ്യക്തികളെ, കാണുന്ന വ്യക്തികളെ, സംസാരിക്കുന്ന വ്യക്തികളെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ പോകുന്ന വഴികളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെ സമർപ്പിക്കുന്നു. കുടിക്കുന്ന പാനീയങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, എല്ലാം നിനക്ക് മഹത്വം നൽകുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി
ശാന്തമായ സ്വഭാവം നൽകി, സമാധാനത്തോടെയുള്ള അന്തരീക്ഷം നൽകി, ഇന്ന് എല്ലാ കാര്യങ്ങളും സമചിത്തതയോടെ ചെയ്യുവാൻ, ജീവിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ഞാൻ നിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. കരുണയോടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് നിൻ്റെ സന്നിധിയിൽ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങൾ നീ സാധിച്ചു കൊടുത്ത് ഈ ചാനലിൽ കൂടി ദൈവ മഹത്വം ദർശിക്കുവാൻ എല്ലാ വ്യക്തികളുടെയും കണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ. ഈ ചാനലിൻ്റെ പ്രാർത്ഥനയെ നീ ലോകമെമ്പാടും എത്തിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ പ്രാർത്ഥന എത്തുന്ന ഭവനം, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ, സ്ഥലങ്ങൾ ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ രക്ഷിക്കണമേ. ലോകമെമ്പാടും നിൻ്റെ സമാധാനം സ്ഥാപിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ. പരിശുദ്ധ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ പ്രാർത്ഥന ഞാൻ ചേർത്ത് വെക്കുന്നു. ഇത് പ്രാർത്ഥിക്കുന്നവരെയും ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. സ്നേഹവതിയായ മാതാവേ, ഞങ്ങളെ കേൾക്കണമേ. ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരണമേ. ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥനയിലൂടെ ഇന്ന് നീ ചോദിക്കുന്ന നിൻ്റെ നിയോഗങ്ങൾ അവിടുന്ന് സാധിച്ചു തരട്ടെ. നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ സംരക്ഷിക്കാൻ കർത്താവ് കൂടെയുണ്ടായിരിക്കട്ടെ. നിനക്ക് മാർഗനിർദ്ദേശം നൽകാൻ അവിടുന്ന് നിനക്ക് മുൻപേ പോയി നിൻ്റെ പാതകൾ അവിടുന്ന് ക്രമീകരിച്ചു തരട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.